അപ്പോൾ പെട്രോൾ അടിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാണ് ഗൈസ്. ഇതൊരു ചെറിയ മിനി വ്ളോഗാണ്. നമ്മളിന്ന് പോകുന്നത് തമിഴ്നാട്ടിലോട്ടാണ്. പോകുന്ന വഴിക്ക് ഒരു അടിപൊളി വെള്ളച്ചാട്ടവും പിന്നെ കുറച്ച് കോടമഞ്ഞും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ സ്ഥലത്തു നിന്ന് ഒരു 56 കിലോമീറ്റർ ഒക്കെ ദൂരമേ ഉള്ളൂ അങ്ങോട്ട് പോകാൻ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ള സ്ഥലമാണ്. ഞങ്ങൾ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. പോകുന്ന വഴിക്ക് നല്ല കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. ഇത് നമ്മുടെ 13 കണ്ണറ പാലമാണ്. എല്ലാവർക്കും അറിയായിരിക്കും 13 കണ്ണറ പാലം. നമ്മുടെ എസ് വളവെത്തി പപ്പാടെ അടിപൊളി ഡ്രൈവിംഗ് സ്കിൽസ് ഒക്കെ കൊണ്ട് നമ്മൾ തിരിഞ്ഞു മറിഞ്ഞ് അങ്ങ് എത്തി ഗൈസ്. പോകുന്ന വഴിക്ക് ഒരു അപ്പൂപ്പൻ നെല്ലിക്ക വിറ്റുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ നൊങ്ക് വാങ്ങിച്ച് വിചാരിച്ചത്ര ടേസ്റ്റ് ഒന്നുമില്ല. ഈ നൊങ്കിന്റെ ഇംഗ്ലീഷ് പേര് ഐസ് ആപ്പിൾ എന്നാണെന്ന് എത്ര പേർക്കറിയാം ഗൈസ്. അങ്ങനെ നമ്മൾ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ തമിഴ്നാട്ടെത്തി. തമിഴ്നാട് ചന്തയിൽ കൂടെ ഞങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ നല്ല പോലെ വിശന്നു. അങ്ങനെ ഞങ്ങൾ ഒരു കടയിൽ കയറി. റഹ്മത്ത് ഹോട്ടലിന്റെ പോലത്തെ ഒരു കടയാണെന്ന് തോന്നുന്നു. മട്ടൻ ബിരിയാണിയും പിച്ചിപ്പോട്ട കോഴിയും പൊറോട്ടയൊക്കെ ഓർഡർ ചെയ്തു. 919 രൂപയായി മൊത്തത്തില്. വർത്താണോ എന്ന് ചോദിച്ചാലാണ്, കുഴപ്പമില്ല. നമുക്ക് എല്ലാവർക്കും അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം. അവിടുന്ന് നേരെ രാമചന്ദ്രനിൽ പോയി. അവിടുത്തെ ഹൈപ്പുള്ള ഹൈപ്പർ മാർക്കറ്റ് എന്നൊക്കെ പറയുന്നു. ശരിക്കും ഹൈപ്പുള്ള ഹൈപ്പർ മാർക്കറ്റ് തന്നെയാണ് ഗൈസ്. അത്രയും വിലക്കുറവിൽ ഞങ്ങൾ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടി. ഫ്രണ്ടിൽ അതിൻ്റെ കുറച്ച് സ്റ്റാളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു. ചായയൊക്കെ കുടിച്ചു. സാൻഡ്വിച്ച് മേടിച്ചു. പിന്നെ ഒരു ബ്രൗണി വാങ്ങിച്ചു. പിന്നെ ഒരു ബ്ലാക്ക് ഫോറസ്റ്റിന്റെ പേസ്ട്രി വാങ്ങിച്ചു. പിന്നെ നമ്മൾ സ്ഥിരം പച്ചരി വാങ്ങിക്കാറുള്ള കടയിൽ പോയി പച്ചരി വാങ്ങിച്ചു. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ബേക്കറി ഉണ്ട് ഗൈസ്. അവിടെ നല്ല അടിപൊളി സ്വീറ്റ്സും മുറുക്കും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലൈവ് ബോളയൊക്കെ വാങ്ങിച്ച് നല്ല ചൂടോടെ അടിച്ച് നമ്മൾ കാറിലിരുന്ന് യാത്ര തിരിച്ചു. അത് നല്ല അടിപൊളി സ്കൈ അല്ലേ, ഞാൻ ഇങ്ങനെ ക്യാപ്ചർ ചെയ്തുകൊണ്ട് സ്കൈ ഒക്കെ. പിന്നെ നമ്മളൊരു ടീ സ്റ്റോളിലെത്തി. അവിടെ ചായ കുടിച്ചു. അവിടെ കുറേ ചിപ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വറക്കുന്നുണ്ടായിരുന്നു. ഒരു അടിപൊളി ബൂസ്റ്റർ ചായയൊക്കെ കുടിച്ചു. നമ്മുടെ ജേണി ആരംഭിച്ചെടുത്തോട്ട് നമ്മൾ ആരംഭിച്ചു. അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ പോയി പോയി ചെറിയ ചെറിയ മഴത്തുള്ളികളൊക്കെ വീഴുന്നുണ്ടായിരുന്നു. ഒത്തിരി ദൂരമൊന്നും ഇല്ല ഇവിടുന്ന്. നമ്മളങ്ങനെ കാട്ടിലൂടെ സഞ്ചാരം തുടർന്നു ഗൈസ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്താറായി. അങ്ങനെ വീട്ടിലൊക്കെ എത്തി. സാധനങ്ങളൊക്കെ ഇത്രയും വലിച്ചു വാരി വെളിയിട്ടപ്പോഴാണ് കുറെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായത്. ആ കാണുന്ന നീളമുള്ള എണ്ണക്കുപ്പിക്ക് വെറും 99 രൂപ. അതിന്റെ താഴെ ഇരിക്കുന്ന വലിയ ജാറിന് 149 രൂപ. നിങ്ങൾ ഞെട്ടിയോ? ഞാൻ എപ്പോഴേ ഞെട്ടി. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടിയായിരുന്നു. ഇതൊക്കെ ഞങ്ങൾ വാങ്ങിച്ചതാണ്. അപ്പൊ ഇതായിരുന്നു ഞങ്ങളുടെ ചെറിയ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.